ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്ക് കുറച്ച് കുട്ടി സ്കിൻ കെയർ ടിപ്സ് ആണ് കേട്ടോ. ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ ആണല്ലോ, നമുക്ക് അത്യാവശ്യം തണുപ്പൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്ത് അത്യാവശ്യം ക്ലൈമറ്റിക് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട്, പിന്നെ ഒരുപാട് കാറ്റും ഉണ്ടല്ലോ. ആ കാറ്റ് കാരണം നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകുന്നുണ്ട്, ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓയിലിംഗ് മെത്തേഡാണ്. എന്തെങ്കിലും പ്യുവറായിട്ടുള്ള എണ്ണ നിങ്ങൾ എടുക്കുക, ലൈക്ക് പ്യുവർ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പ്യുവർ ആൽമണ്ട് ഓയിൽ, അങ്ങനെ എന്തെങ്കിലും. ഞാനിവിടെ നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നിങ്ങൾ മുഖത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ എവിടേക്കാണ് ഡ്രൈ സ്കിന്ന് കൂടിയിട്ട് ഒരുപാട് ഡ്രൈ പാച്ചസ് ആയിട്ട് മാറുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 1 to 2 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. ടു ബി എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഹോൾ നൈറ്റ് നിങ്ങൾ മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ മുഖത്തും കയ്യിലൊക്കെ ലീവ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. എന്നിട്ട് അടുത്ത ദിവസം കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഒന്നും കൂടെ റിസൾട്ട് എഫക്റ്റീവ് ആകും. പിന്നെ ഓയിലി സ്കിന്നായിട്ടുള്ളവർ 1 to 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ഓക്കെ, എല്ലാ സ്കിൻ ടൈപ്പിനും ഇൻക്ലൂഡ് ചെയ്ത് ഉള്ള ഒരു റുട്ടീൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രബിങ് മെത്തേഡ് അല്ലെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് മുഖം ഒന്ന് നല്ല രീതിക്ക് നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്ക്രബ്ബർ എടുക്കുക, ലൈക്ക് ബേസിൻ ഫ്ലോർ, ഗ്രാം ഫ്ലോർ എന്തെങ്കിലും. അപ്പോൾ ഞാനിവിടെ കടലമാവാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പയറുപൊടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷനാണ് ഗൈസ്. അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ മുഖം പയ്യെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്താണ്, ജെൻറ്റ്ലി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ പരിപാടി എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഡ്രൈ പാച്ചസ് ആയിട്ട് മാറുമ്പോൾ അവിടെ ഈ നമ്മുടെ സ്കിന്നുണ്ടല്ലോ, ആ തൊലി അതൊരുമാതിരി പൊട്ടി ഇങ്ങനെ ഇളകത്തില്ലേ, അതെന്ന് പറയുന്നത് ഡെഡ് സ്കിൻ സെൽസ് ആണ് കേട്ടോ. അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ആദ്യത്തെ ഈ ഒരു 3 സ്റ്റെപ്പ് പറയുന്നതെന്ന് വെച്ചാൽ വീക്ക്ലി 1 to 2 ടൈംസ്, ലൈക്ക് സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ സൺഡേ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ആണ് ഫേസ് പാക്കാണ് ഗൈസ്. ഫേസ് പാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മുഖത്ത് ഒരുപാട് ഡ്രൈനെസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ വെള്ള അംശം കുറയുന്നതുകൊണ്ടാണ്, മോയ്സ്ചർ കണ്ടൻറ്റ് കുറയുന്നതുകൊണ്ടാണ്. സോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, തിരിച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു സാധനമാണ് ഈ ആൽമണ്ട്സ് എന്ന് പറയുന്നത്. ഇതൊരുപാട് റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആണ്. ഇതിൻ്റെ പരിപാടി നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റ് വീണ്ടും നമുക്ക് തരും. അപ്പോൾ ഇത് തലേന്ന് സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട്സ് ഒരു 5-6 ആൽമണ്ട് എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക, ഫേസ് പാക്ക്. ഇനി നാലാമത്തെ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ വീക്ക്ലി ഫ്രൈഡേയും സൺഡേയും നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി വരുന്ന കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം എല്ലാ ദിവസവും നമ്മൾ കൊടുക്കേണ്ട കെയർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സീറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് നിറഞ്ഞ സീറമാണ് ഗൈസ് യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഈ ഒരു സീറം കണ്ടൻറ്റ്, ഈ ഒരു ഹൈലറോണിക് ആസിഡ് നിറഞ്ഞ സീറമാണെങ്കിൽ നമ്മുടെ ഡ്രൈനെസ് മാറ്റാൻ സഹായിക്കുന്ന അടിപൊളി സാധനമാണ് ഹൈലറോണിക് ആസിഡ്. അതുകൊണ്ടാണ് ഡ്രൈ സ്കിന്നിന് എസ്പെഷ്യലി ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു സീറമാകും കേട്ടോ. അപ്പോൾ പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റെറ്റിനോൾ ആൻഡ് ഹൈലറോണിക് ആസിഡ് സീറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ചൂസ് ദിസ് മോയ്സ്ചറൈസർ ചെയ്യുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്താൽ തന്നെയും നമ്മുടെ പാതി ഡ്രൈനെസ് നമുക്ക് മാറ്റാൻ സഹായിക്കും. കാരണം നമ്മൾ ഒരുപാട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നാലും നമ്മുടെ ഈ എൻവയോൺമെൻറ്റൽ ഈ ക്ലൈമറ്റിക് ചേഞ്ച് ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ ഡ്രൈനെസ് മാറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് ഒരു ബാരിയറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ മോയ്സ്ചറൈസറാണ്. നിങ്ങളൊന്നും തന്നെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് എപ്പോഴും SPF എന്താണ്, സൺസ്ക്രീനാണ് ഗൈസ്. അപ്പോൾ ആ സൺസ്ക്രീൻ SPF 30 എബോ അല്ലെങ്കിൽ 50+ ഒക്കെ ഉള്ളൊരു സൺസ്ക്രീൻ തേക്കുക, നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങളെന്ന് പറയുന്നത് ഫ്രൈഡേയും സൺഡേയും ചെയ്യുക ഒരു വീക്കിൽ. എന്നിട്ട് അവസാനത്തെ ഈ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് ഡ്രൈനെസ്സും ഡ്രൈ പാച്ചസും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സാധനമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് യു ഗൈസ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കറോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.